കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതുപ്പള്ളിക്ക് എന്നും സവിശേഷമായൊരു സ്ഥാനമുണ്ട്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കർമ്മമണ്ഡലമായിരുന്ന ഈ മണ്ണ് പലപ്പോഴും നിർണായകമായ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ നടത്തിയ പ്രസ്താവന കേവലം ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനപ്പുറം കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തെ സംബന്ധിച്ച വലിയൊരു ദർശനമായി മാറിക്കഴിഞ്ഞു. കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി എന്നത് എന്റെ സ്വപ്നമാണെന്ന് രാഹുൽ പറഞ്ഞപ്പോൾ അത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പുതിയൊരു വായനയ്ക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി എത്തിയതായിരുന്നു രാഹുൽ ഗാന്ധി. വേദിയിൽ സ്ത്രീകളുടെ വലിയൊരു സാന്നിധ്യമുണ്ടായിരുന്നു. സ്ത്രീകളാണ് സംസ്ഥാനത്തിന്റെ ഭാവി എന്നും അവരുടെ കരുത്താണ് കേരളത്തിന്റെ അടിത്തറ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വനിതകൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ കഴിയും. അവർക്ക് കുടുംബത്തെയും സമൂഹത്തെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ സാധിക്കും. ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ചുമതല ഏൽക്കുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ട് എന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ സദസ്സിലുണ്ടായിരുന്ന വനിതാ പ്രവർത്തകർ ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത്. എന്നാൽ വേദിയിലുണ്ടായിരുന്ന പുരുഷ നേതാക്കൾക്കിടയിൽ കാര്യമായ പ്രതികരണം ഉണ്ടാകാതിരുന്നത് രാഹുൽ നർമ്മരൂപേണ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇത് കേവലം ഒരു തമാശയല്ല, മറിച്ച് പുരുഷാധിപത്യം ഇന്നും വേരോടിയിരിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കുള്ള കൃത്യമായ കൊടുമുടിയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഈ വനിതാ മുഖ്യമന്ത്രി കാർഡിന് പിന്നിൽ അത്യധികം തന്ത്രപരമായ 3 രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. കേരളത്തിലെ ഇടതുപക്ഷം എപ്പോഴും സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വലിയ ജനപ്രീതി നേടിയ KK ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നൊരു വാദം CPM അനുകൂലികൾക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു. എന്നാൽ പാർട്ടി അതിന് വഴങ്ങില്ലെന്ന് മാത്രമല്ല, രണ്ടാം പിണറായി സർക്കാരിൽ നിന്നും അവരെ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു. ഇത് സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. ശൈലജ ടീച്ചറെ തഴഞ്ഞത് വീണ്ടും ചർച്ചയാകുന്നതിനിടെ ഇടതുപക്ഷത്തിന് വനിതാവിരുദ്ധ സമീപനം തുറന്നു കാട്ടാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. തങ്ങൾ സ്ത്രീകളെ ഭരണത്തിന്റെ അമരത്ത് കാണാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അവർ അവരെ തഴയുന്നു എന്ന സന്ദേശം കൃത്യമായി വോട്ടർമാരിലേക്ക് എത്തിക്കാൻ ഇതിലൂടെ സാധിക്കും. കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. UDFനെയും LDFനെയും ഒരുപോലെ കടന്നാക്രമിച്ച മോദി സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്നതിൽ ഇരു മുന്നണികളും പരാജയമാണെന്ന് ആരോപിച്ചിരുന്നു. ഇതിന് മറുപടിയായി സ്ത്രീകൾക്ക് സുരക്ഷ മാത്രമല്ല, ഭരണത്തിന്റെ താക്കോൽ സ്ഥാനവും നൽകാൻ കോൺഗ്രസ് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. സ്ത്രീ ശാക്തീകരണം എന്നത് വെറും വാഗ്ദാനമല്ല, മറിച്ച് അത് അധികാര പങ്കാളിത്തത്തിലൂടെ ആകണമെന്നും അദ്ദേഹം ഇതിലൂടെ അടിവരയിടുന്നു. കേരളത്തിലെ വോട്ടർമാരിൽ പകുതിയിലധികം സ്ത്രീകളാണ്. പല മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് വിധി നിശ്ചയിക്കുന്നത് സ്ത്രീകളുടെ വോട്ടുകളാണ്. മഹിളാ ശാക്തീകരണം കോൺഗ്രസിന്റെ പ്രധാന അജണ്ടയാണെന്നും ബോധ്യപ്പെടുത്തുന്നതിലൂടെ കുടുംബ വോട്ടുകൾ UDF പാളയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് രാഹുലിന്റെ ലക്ഷ്യം. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തിന്റെ തുടക്കം കൂടിയാണിത്. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും വനിതാ മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ടെങ്കിലും സാക്ഷരതയിലും സാമൂഹിക വികസനത്തിനും മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നത് വലിയൊരു വൈരുദ്ധ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ ആദ്യ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. എന്നിട്ടും സംസ്ഥാന നിയമസഭയിലേക്കോ മന്ത്രിസഭയിലേക്കോ എത്തുമ്പോൾ സ്ത്രീകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനം കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്നും കരുതപ്പെടുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിലവിൽ പുരുഷ നേതാക്കളുടെ ആധിപത്യമാണുള്ളത്. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതും പല വനിതാ നേതാക്കളും അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് പരാതിപ്പെടുന്നതും പാർട്ടിയെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. ഈ സാഹചര്യത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ സ്വപ്നം കാണുന്നുവെന്ന് പറയുന്നത് പാർട്ടിയിലെ വനിതാ പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. സ്ത്രീകൾ ഭരണ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അത് സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വലുതായിരിക്കും. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വനിതകൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ കഴിയും. ശിശുക്ഷേമം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക നീതി എന്നീ മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കും. കുടുംബ ബഡ്ജറ്റ് നിയന്ത്രിക്കുന്ന സ്ത്രീകൾക്ക് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിലും കൂടുതൽ അച്ചടക്കം കൊണ്ടുവരാൻ കഴിയുമെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിന്റെ പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ പ്രവാസികളുടെ കുടുംബങ്ങൾ നയിക്കുന്ന സ്ത്രീകളുടെ പങ്കും വലുതാണ്. ഈ കരുത്തിനെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയാണ് രാഹുലിന്റെ ലക്ഷ്യം. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ വോട്ടായി മാറുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. എന്നാൽ BJPയും ഇടതുപക്ഷവും ഒരുപോലെ സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം എന്ന വലിയ വാഗ്ദാനത്തിലൂടെ രാഹുൽ ഒരു പടി മുന്നിൽ നിൽക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിക്കാൻ ഹൈക്കമാൻഡ് സമ്മർദ്ദം ചെലുത്തുമോ എന്ന ചർച്ചയും ഇതോടെ സജീവമായി. രാഹുൽ ഗാന്ധിയുടെ പുതുപ്പള്ളി പ്രസംഗം കേരള രാഷ്ട്രീയത്തിലെ പുരുഷാധിപത്യ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുന്ന ഒന്നാണ്. ഇത് കേവലം വോട്ട് പിടിക്കാനുള്ള തന്ത്രമല്ല, മറിച്ച് കേരളത്തിന്റെ ബഹുസ്വരതയ്ക്കും ജനാധിപത്യത്തിനും പുതിയൊരു അർത്ഥം നൽകുന്ന ഒന്നാണ്. ഒരു വനിതാ മുഖ്യമന്ത്രി എന്നത് കേരളം കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഒന്നാണെങ്കിലും അത് നടപ്പിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്രകാലം മടിയായിരുന്നു. രാഹുലിന്റെ ഈ വിഷൻ വരും കാലങ്ങളിൽ കേരളത്തിൽ വലിയ ചർച്ചകൾക്കും നയപരമായ തീരുമാനങ്ങൾക്കും കാരണമാകുമെന്നതും ഉറപ്പാണ്.
സ്ത്രീ ശാക്തീകരണം എന്നത് പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ലെന്നും അത് അധികാരത്തിന്റെ ഉന്നതങ്ങളിൽ ദൃശ്യമാകണമെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിന്റെ ഭാവി ഇനി സ്ത്രീകളുടെ മുകളിലാണെന്ന കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്നും മടങ്ങിയത്. ഈ മാറ്റം കേരളം സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് വരും നാളുകൾ അതിനുള്ള ഉത്തരം നൽകും.